പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. നമസ്കാരം, ഒമാൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ജനുവരി 30. പ്രധാന വാർത്തകൾ. ഗോർഫഖാൻ എക്സ്പോ സെന്റർ സംഘടിപ്പിക്കുന്ന ബുക്ക് ഫെയർ ഇന്ന് ആരംഭിക്കും. ഫെബ്രുവരി 10 വരെ നടക്കുന്ന പ്രദർശനം രാജ്യത്തിൻ്റെയും സ്രഷ്ടാക്കളുടെയും എഴുത്തുകാരുടെയും എലൈറ്റ് ഗ്രൂപ്പ് പങ്കാളിത്തമുണ്ടാകും. 9:30 മുതൽ രാത്രി 9 വരെ സന്ദർശകരെ സ്വീകരിക്കും. വിജ്ഞാനം, ശാസ്ത്രം, സാഹിത്യം, കല തുടങ്ങിയ വിവിധ മേഖലകളിലെ പ്രാദേശിക പ്രസിദ്ധീകരണങ്ങളുടെ ഏറ്റവും പുതിയ പ്രസിദ്ധീകരണങ്ങളുടെയും സേവനങ്ങളുടെയും അവതരിപ്പിക്കുന്നു. മയക്കുമരുന്ന് കടത്തുന്നതിനിടെ 3 പ്രവാസികൾ അറസ്റ്റിൽ. ജനറൽ അഡ്മിനിസ്ട്രേഷൻ ഫോർ കോമ്പാക്ടിംഗ് നർക്കോട്ടിക്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് വിഭാഗമാണ് ഏഷ്യക്കാരായ പ്രതികളെ പിടികൂടിയത്. 55 കിലോഗ്രാം ക്രിസ്റ്റൽ മെത്ത് പ്രതികളിൽ നിന്നും കണ്ടെടുത്തു. ഇവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചതായും പോലീസ് അറിയിച്ചു. 75ാം റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ ഭാഗമായി മസ്കത്ത് ഇന്ത്യൻ എംബസിയിൽ വിരുന്നൊരുക്കി. ഒമാൻ വാണിജ്യ വ്യവസായ നിക്ഷേപ പ്രോത്സാഹന മന്ത്രി ഖൈസ് ബിൻ മുഹമ്മദ് അൽ യൂസഫ് മുഖ്യാതിഥിയായിരുന്നു. ധനകാര്യ മന്ത്രാലയം അണ്ടർ സെക്രട്ടറി ഖാലിദ് അൽ മുസ്ലഹി, വാണിജ്യ വ്യവസായ മന്ത്രാലയം അണ്ടർ സെക്രട്ടറി പങ്കജ് കിംജി, ഒമാൻ ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയൽ ചെയർമാൻ ഫൈസൽ ബിൻ അബ്ദുള്ള ബിൻ സഊദ് അൽ റവാസ്, സ്റ്റേറ്റ് കൗൺസിൽ, മജ്ലിസ് ഷൂറ അംഗങ്ങൾ, ഉന്നത സർക്കാർ ഉദ്യോഗസ്ഥർ, വിവിധ രാഷ്ട്രങ്ങളുടെ നയതന്ത്ര പ്രതിനിധികൾ, ഒമാനിലെ ഇന്ത്യൻ സമൂഹത്തിലെ പ്രതിനിധികൾ തുടങ്ങിയവർ സന്നിധരായിരുന്നു. ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈതം ബിൻ താരിഖും കനേഡിയൻ പ്രസിഡന്റ് ജസ്റ്റിൻ ട്രൂഡോയും ഫോണിൽ സംസാരിച്ചു. ഒമാനും ഖത്തറും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചും ഫലപ്രദമായ സഹകരണം വർദ്ധിപ്പിക്കുന്നതിനുള്ള മാർഗങ്ങളെപ്പറ്റിയും ഇരുവരും ചർച്ച ചെയ്തു. പ്രാദേശിക അന്തർദേശീയ സംഭവ വികാസങ്ങളിൽ കാഴ്ചപ്പാടുകൾ കൈമാറുകയും ചെയ്തു. ദാഖിലിയ ഗവർണറേറ്റിലെ ബഹ്ല കോട്ടയിൽ നടന്നുവന്ന വിന്റർ ഫെസ്റ്റിവലിന് സമാപനം. 6 ദിവസങ്ങളിലായി നടന്ന ഫെസ്റ്റിവൽ കഴിഞ്ഞ ഞായറാഴ്ചയാണ് സമാപിച്ചത്. 20,000-ത്തിലധികം സന്ദർശകർ ഫെസ്റ്റിവൽ ആസ്വദിക്കാനെത്തിയതായി ബഹ്ല കോട്ട മാനേജ്മെന്റ് ആൻഡ് ഓപ്പറേഷണൽ പ്രൊജക്ട് ജനറൽ മാനേജർ അലി ബിൻ അഹമ്മദ് അൽ ഷക്സി പറഞ്ഞു. കോട്ടയിൽ ആദ്യമായാണ് ഇത്തരമൊരു ഉത്സവം അരങ്ങേറുന്നത്. വിനോദ പരിപാടികൾക്കൊപ്പം പൈതൃക പ്രദർശനങ്ങളും ആസ്വാദന വേദികളും ഇവിടെ ഒരുക്കിയിരുന്നു. വ്യത്യസ്തമായ പരമ്പരാഗത കാഴ്ചകൾ സന്ദർശകർക്ക് നവ്യാനുഭവം സമ്മാനിച്ചു. ഒമാൻ അടക്കമുള്ള ഗൾഫ് രാജ്യങ്ങളിൽ വേനലവധിക്ക് മാസങ്ങൾ അവശേഷിക്കവേ കേരളം ഉൾപ്പെടെ ഇന്ത്യയിലേക്കുള്ള ടിക്കറ്റ് ബുക്കിംഗുകൾ വിമാനക്കമ്പനികൾ ആരംഭിച്ചു. മെയ് അവസാന വാരത്തിലോ ജൂൺ ആദ്യത്തിലോ ആയിരിക്കും ഒമാനിൽ വേനലവധി ആരംഭിക്കുക. തുടർന്ന് 2 മാസത്തോളം നീളുന്ന അവധിക്കായി ഇന്ത്യൻ വിദ്യാലയങ്ങൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടയ്ക്കും. ജീവനക്കാർക്ക് 1.5 മാസത്തിലേറെയും വിദ്യാർത്ഥികൾക്ക് അതിൽ കൂടുതലും അവധി ലഭിക്കും. ഇതോടെ കുടുംബങ്ങൾ ഉൾപ്പെടെ ധാരാളം പ്രവാസികൾ നാട്ടിലേക്ക് യാത്ര തിരിക്കും. ഓരോ സ്കൂളുകളും അവധി ആരംഭിക്കുന്ന തീയതികൾ അറിയിച്ച് രക്ഷിതാക്കൾക്ക് ഇതിനോടകം സർക്കുലർ അയച്ചിട്ടുണ്ട്. ആഗസ്റ്റ് ആദ്യവാരത്തിലാണ് ക്ലാസുകൾ പുനരാരംഭിക്കുന്നത്. ഇതിനാൽ തന്നെ മുൻകൂട്ടി ടിക്കറ്റ് ബുക്ക് ചെയ്ത് അമിത നിരക്കിൽ നിന്നും രക്ഷപ്പെടാനാകും. കുടുംബമായി യാത്ര ചെയ്യുന്നവർക്ക് ഇത് വലിയ ആശ്വാസമാകും. നിലവിൽ കേരളത്തിലെ എല്ലാ വിമാനത്താവളങ്ങളിലേക്കും കുറഞ്ഞ നിരക്കിൽ ടിക്കറ്റുകൾ ലഭ്യമാകുന്നുണ്ട്. പ്രധാനപ്പെട്ട വിമാന കമ്പനികൾക്കെല്ലാം നിരക്ക് മുൻകാലങ്ങളെ അപേക്ഷിച്ച് വലിയ കുറവാണ് രേഖപ്പെടുത്തുന്നത്. ഒമാനിലെ സിനിമയെ ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടം സുഹൃത്തുക്കൾ ഒരുക്കിയ ഹവ്യം എന്ന ഹ്രസ്വചിത്രത്തിന്റെ പോസ്റ്റർ പ്രകാശനം സംവിധായകൻ ലാൽ ജോസ് നിർവഹിച്ചു. മസ്കത്തിലെ സിനിമാ പ്രേമികൾക്ക് മുന്നിൽ ആദ്യ പ്രദർശനം ഫെബ്രുവരി 2-ന് ഒമാൻ ഫിലിം സൊസൈറ്റിയിൽ വെച്ച് നടക്കുമെന്ന് അണിയറ പ്രവർത്തകർ അറിയിച്ചു. 2 പതിറ്റാണ്ടായി ഒമാന്റെ വിവിധ ഭാഗങ്ങളിൽ അരങ്ങേറുന്ന പരിപാടികൾക്ക് മേളങ്ങളുടെ അകമ്പടി തീർക്കുന്ന കലാകൂട്ടായ്മയായ മസ്കത്ത് പഞ്ചവാദ്യ സംഘം 4ാമത് ബാച്ച് പഞ്ചാരിമേളം അരങ്ങേറ്റം JMT ഹാളിൽ നടന്നു. പഞ്ചവാദ്യ സംഘം ആശാൻ തിച്ചൂർ സുരേന്ദ്രൻ ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു. മനോഹരൻ ഗുരുവായൂർ, രതീഷ് പട്ടിയാത്ത് ആശംസാ പ്രസംഗം നടത്തി. അമൽ കോരപ്പുഴയുടെ ശിക്ഷണത്തിൽ അഭ്യസിച്ച കലാകാരന്മാർ അരങ്ങേറ്റം നടത്തി. നാട്ടിൽ നിന്നും എത്തിച്ചേർന്ന പ്രശസ്ത മേള പ്രമാണിമാരായ കലാമണ്ഡലം ശിവദാസൻ മാരാർ, മേലൂർ സുകുമാരൻ നായർ എന്നിവർ പഞ്ചാരിമേളത്തിന് നേതൃത്വം നൽകി.
വഗാൻ ഗ്രാമത്തിന്റെ വികസനത്തിനായുള്ള സുൽത്താൻ ഹൈതം ബിൻ താരിഖിന്റെ രാജകീയ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ മന്ത്രിതല സംഘം പ്രദേശം സന്ദർശിച്ചു. ജബൽ അക്തർ റോഡ് പദ്ധതിയും അധികൃതർ നിരീക്ഷിച്ചു. കാർഷിക, മത്സ്യബന്ധന, ജലവിഭവ മന്ത്രി ഡോക്ടർ സഊദ് ബിൻ ഹമൂദ് അൽ ഹബ്സി, ഗതാഗത, ആശയവിനിമയ, വിവരസാങ്കേതിക മന്ത്രി എഞ്ചിനീയർ സഊദ് ബിൻ ഹമൂദ് അൽ മഅവലി, ഗാർഹിക നഗരവികസന മന്ത്രി ഡോക്ടർ ഖൽഫാൻ സയീദ് അൽ സുഹൈലി എന്നിവരാണ് സംഘത്തിലുണ്ടായിരുന്നത്. രണ്ടിടങ്ങളിലും അധികൃതർ നടപ്പിലാക്കാനിരിക്കുന്ന വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് ഉദ്യോഗസ്ഥർ മന്ത്രിമാർക്ക് വിശദീകരിച്ചു നൽകി. മസ്കത്തിൽ നടന്നുവരുന്ന പ്രഥമ ഫൈവ്സ് ഹോക്കി ലോകകപ്പിൽ പുരുഷ വിഭാഗം മത്സരങ്ങൾ ക്വാർട്ടർ സെമി പോരാട്ടങ്ങൾ ഇന്ന് നടക്കും. നാളെയാണ് ഫൈനൽ. ടൂർണമെന്റിലെ രണ്ടാം ദിനമായ ഇന്നലെ ആതിഥേയരായ ഒമാൻ വമ്പന്മാർക്കെതിരെ മികച്ച വിജയം സ്വന്തമാക്കി. ഗ്രൂപ്പ് ചാമ്പ്യന്മാരായാണ് ടീമിന്റെ ക്വാർട്ടർ പ്രവേശനം. അമീറാത്തിലെ ഹോക്കി ഒമാൻ സ്റ്റേഡിയത്തിലാണ് ടൂർണമെന്റ് അരങ്ങേറുന്നത്. പൂൾ ബിയിലെ രണ്ടാം മത്സരത്തിൽ ഫിജിയെ 3-8 ഗോളുകൾക്കാണ് ഒമാൻ കീഴ്പ്പെടുത്തിയത്. മൂന്നാം മത്സരത്തിൽ USA-യെ 4-6 ഗോളുകൾക്കും ഒമാൻ പരാജയപ്പെടുത്തി. അതേസമയം ഇന്നലെ നടന്ന ആദ്യ മത്സരത്തിൽ ജമൈക്കയ്ക്കെതിരെ എതിരില്ലാത്ത 13 ഗോളുകൾക്ക് ഇന്ത്യ വിജയം സ്വന്തമാക്കി. പൂൾ ബിയിൽ നിന്നും രണ്ടാം സ്ഥാനക്കാരായാണ് ഇന്ത്യ അടുത്ത ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നത്. ഇന്ത്യ, ഒമാൻ, പാകിസ്ഥാൻ, മലേഷ്യ ഉൾപ്പെടെ വിവിധ ടീമുകളുടെ മത്സരങ്ങൾ കാണാൻ നൂറുകണക്കിന് കാണികളാണ് അമീറാത്തിലെ ഹോക്കി ഒമാൻ സ്റ്റേഡിയത്തിലെത്തിയത്. കാണികളുടെ പിന്തുണ ടീമിന് ആത്മവിശ്വാസം നൽകുന്നു. ലൈവായി മത്സരങ്ങൾ വീക്ഷിക്കുന്നതിന് വിവിധ പ്ലാറ്റ്ഫോമുകളിൽ അധികൃതർ സൗകര്യമൊരുക്കിയിട്ടുണ്ട്. നേരത്തെ വനിതാ വിഭാഗം ഫൈനലിൽ ഇന്ത്യയെ കീഴ്പ്പെടുത്തി നെതർലൻഡ് ലോകകപ്പ് ജേതാക്കളായിരുന്നു. സീബ് ഇന്ത്യൻ സ്കൂളിൽ ഇന്ത്യൻ റിപ്പബ്ലിക് ദിനം വിപുലമായി ആഘോഷിച്ചു. അംബാസഡർ അമിത് നാരംഗ് മുഖ്യാതിഥിയായിരുന്നു. സ്കൂൾ സ്പോർട്സ് അറീന അമിത് നാരംഗ് ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ രാഷ്ട്രപതിയുടെ റിപ്പബ്ലിക് ദിന സന്ദേശത്തിലെ പ്രസക്ത ഭാഗങ്ങൾ അംബാസഡർ വായിച്ചു. G20 ഉച്ചകോടി, ISRO ദൗത്യങ്ങൾ, സ്ത്രീ ശാക്തീകരണം, ഏഷ്യൻ ഗെയിംസിലെ ഇന്ത്യയുടെ മികച്ച പ്രകടനം തുടങ്ങിയ ഭാഗങ്ങൾ വിശദീകരിച്ചു. ധോഫാർ ഗവർണറേറ്റിൽ കടൽ വഴി രാജ്യത്തേക്ക് മയക്കുമരുന്ന് കടത്താൻ ശ്രമിച്ച 4 അറബ് വംശജരെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു. ധോഫാർ ഗവർണറേറ്റ് പോലീസ് കമാൻഡ് നടത്തിയ പരിശോധനയിലാണ് വലിയ തോതിൽ ഘാട്ട് മയക്കുമരുന്ന് പിടിച്ചെടുത്തത്. 30 പാക്കറ്റ് ഘാട്ട് കണ്ടെടുത്തതായും പ്രതികൾക്കെതിരെ നിയമ നടപടികൾ പൂർത്തിയാക്കിയതായും പോലീസ് അറിയിച്ചു. മലപ്പുറം സ്വദേശി ഹൃദയാഘാതം മൂലം ഒമാനിൽ നിര്യാതനായി. വൈലത്തൂർ കാവപ്പുര നന്നാട്ട് മുഹമ്മദ് ഷഫീഖാണ് സലാല സുൽത്താൻ ഖാബൂസ് ആശുപത്രിയിൽ വെച്ച് കഴിഞ്ഞ ദിവസം മരണപ്പെട്ടത്. നെഞ്ചുവേദനയെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായിരുന്നു. ഇതിനിടെയായിരുന്നു മരണം സംഭവിച്ചത്. തുടർ നടപടികൾ പൂർത്തിയാക്കി മയ്യത്ത് നാട്ടിൽ കൊണ്ടുപോകുമെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു. ശൈത്യകാല ടൂറിസത്തിന്റെ ഭാഗമായി നടന്നുവരുന്ന ബുറൈമി ഫെസ്റ്റിവലിലേക്ക് സന്ദർശകരുടെ ഒഴുക്ക്. ആദ്യ 5 ദിവസങ്ങൾക്കിടെ 50,000-ൽ പരം സന്ദർശകരാണ് ബുറൈമി പബ്ലിക് പാർക്കിൽ ഒരുക്കിയ ഉത്സവ നഗരിയിലെത്തിയത്. അടുത്ത മാസം 2 ഫെസ്റ്റിവൽ അനുബന്ധ പരിപാടികൾ അരങ്ങേറും. ബുറൈമി ഗവർണറുടെ ഓഫീസ് ഒമാൻ ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയുമായി സഹകരിച്ചാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. വിനോദ പരിപാടികൾക്കൊപ്പം പൈതൃക പ്രദർശനങ്ങളും വിജ്ഞാനവേദികളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. വിവിധ മത്സര പരിപാടികളും സന്ദർശകർക്കായി നടന്നുവരുന്നുണ്ട്. എല്ലാ ദിവസവും വൈകുന്നേരം 4 മണി മുതൽ രാത്രി 11 മണി വരെയാണ് ഫെസ്റ്റിവൽ നഗരിയിലേക്ക് പ്രവേശനം അനുവദിക്കുന്നത്. വരുന്ന വാരാന്ത്യ ദിവസങ്ങളിൽ ഫെസ്റ്റിവലിൽ കൂടുതൽ സന്ദർശകരെത്തും. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ ഇവിടെ പൂർണ്ണമാവുന്നു. കൂടുതൽ ഒമാൻ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ വീണ്ടും കാണാം. നമസ്കാരം.